ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. തണുപ്പ് കൂടിക്കൂടി വരുവാണ്, അതുകൊണ്ട് സന്തോഷവും കൂടിക്കൂടി വരുവാണ്. സോ ഇന്ന് നമ്മൾ കാമറൂൺ ഐലൻഡ്സിൽ നിന്ന് പോവാണ്. 3 days വി ഹാഡ് സോ മച്ച് ഓഫ് ഫൺ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ബാക്കിൽ ഇതേ നമ്മുടെ സ്ട്രോബെറി ഫാം, അവിടെ ഒന്നും കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ടൈമില്ല. ഇനി ഇവിടുന്ന് ഒരു 4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് നമ്മൾ അടുത്ത ഹൈലൻഡ്സിലേക്ക് പോവാണ്. സോ അടുത്തത് ജെൻറ്റിങ് ഹൈലൻഡ്സ് ആണ്, മലേഷ്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ പോയതാണ്, പക്ഷേ പറഞ്ഞ പോലെ ഈ ഒരു വ്ളോഗിൽ ഒബ്വിയസ്ലി വി ലൈക്ക് ഗോയിങ് ദർ അഗൈൻ ആൻഡ് അഗൈൻ. പക്ഷേ ഈ ഒരു സീരീസ് ഓഫ് വ്ളോഗ്സിൽ നിങ്ങൾക്ക് മലേഷ്യയിലെ അഫോർഡബിലിറ്റിയും മലേഷ്യയിലെ ദ ക്വാളിറ്റി ഓഫ് ഹോളിഡേയിങ് വോട്ട് യു കെൻ ഗെറ്റ് ഫോർ എ ലിറ്റിൽ എമൗണ്ട്, കുറച്ച് പൈസ കൊടുത്ത് എന്ത് ഹൈ ക്വാളിറ്റി ഹോളിഡേയ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വ്ളോഗ് ആയതുകൊണ്ട്, പ്ലസ് മലേഷ്യയിൽ ആര് വന്നാലും ജെൻറ്റിങ് ഐലൻഡ്സ് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജെൻറ്റിങ് ഐലൻഡ്സിൽ ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. റെന്റ് കാർ ഉള്ളതുകൊണ്ട് അത് എടുക്കാം, അല്ലെങ്കിൽ ജെൻറ്റിങ് ഐലൻഡ്സിന്റെ അകത്ത് തന്നെ താമസിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ റിസോർട്ട് ഏരിയ ഉണ്ട്, അവിടെ തന്നെ താമസിക്കണം. ഞങ്ങൾ 2 കിലോമീറ്റർ മാറി കാർ ഉള്ളതുകൊണ്ട് എടുത്തിരിക്കുകയാണ്. സോ ദ പ്ലേസ് ഇസ് വെരി അഫോർഡബിൾ. ഞാൻ റേറ്റ് നിങ്ങളോട് ഗസ് ചെയ്യാൻ പറയാം, അവിടെ പോയി റൂം കാണിച്ചിട്ട്. അതിന് മുമ്പ് ആദ്യമേ നമ്മൾ പോകുന്നത് എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരാനാണ്. അവിടുത്തെ ഔട്ട്ലെറ്റ് ഷോപ്പിംഗ് മോളിലേക്കാണ് പോകുന്നത്. സോ ഇത് കുറേ അധികം ഷോപ്പിംഗ് കാണും, കുറേ അധികം ഗിഫ്റ്റ് കിട്ടും ഫ്രം പ്രിയ. ചിലപ്പോൾ മമ്മി ഡാഡിയുടെ കയ്യിൽ. പ്രിയ, ഞാൻ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. ജെൻറ്റിങ് ഐലൻഡ്സിലേക്ക് പോവല്ലേ, ഔട്ട്ലെറ്റ് മോളിലേക്ക് പോവല്ലേ, അതുകൊണ്ട് ഡാഡി മമ്മി പ്രിയ 3 പേരും റെഡി ആയിക്കോ. എനിക്ക് ആരും ഗിഫ്റ്റ് തന്നില്ലല്ലോ. ഇപ്പോഴാണ് എന്റെ ഭംഗി അറിയുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്. ഡാഡിയുടെ പിന്നെ ഇപ്പൊ എല്ലാ ഷർട്ട്സും ഒരുവിധം ആൾക്കാർ കണ്ട് ഭയങ്കര ഫാൻസ് ആയിട്ടുണ്ട്. ഡാഡി ഒരു ഷർട്ട് ഷോപ്പ് എന്ന് തുടങ്ങുന്നത് മാത്രമേ ഡൗട്ട് ഉള്ളൂ. അപ്പൊ വേണോ അല്ലേ? അപ്പൊ നമ്മള് ഷിപ്പിംഗ് നമ്മുടെ പേരിൽ ഡാഡിക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ എല്ലാരും റെഡി ആയിക്കോ കേട്ടാ, എല്ലാരും റെഡി ആയിക്കോ. നേരെ ജെൻറ്റിങ് ഐലൻഡ്സിൽ നേരെ ഔട്ട്ലെറ്റ് വില്ലേജ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ റൂമും ചെക്കിനൊക്കെ. അങ്ങനെ എല്ലാരെയും കാറിൽ കയറ്റി ഞങ്ങൾ ഇവിടുന്ന് കറക്റ്റ് 3.5 hours. കാറ് ടിന്റ് ഇല്ലാത്തതുകൊണ്ട് പ്രിയ ചെയ്തു വെച്ചിരിക്കുന്നത് വെയിലടിക്കാതിരിക്കുക. അപ്പൊ നേരെ ജെൻറ്റിങ് ഐലൻഡ്സിലേക്ക്. തണുപ്പാന്ന് പറഞ്ഞിട്ട് ഡാഡി സ്വെറ്റർ ഒക്കെ എടുത്തിട്ടുണ്ട്. പോലെ ഡാഡി. ഓ, ഒരു ചെറിയ പിറ്റ് സ്റ്റോപ്പ്. ഇവിടുത്തെ കോഫി വലിയ വലിയ പെട്രോൾ പമ്പ്സ് ഉണ്ടല്ലോ, എത്ര റെസ്റ്റോറൻറ്റ്സ് കഫേസ് ഒക്കെയാണെന്നറിയോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഒരു കോഫി ഷോപ്പും സ്റ്റാർബക്സും അങ്ങനെയൊക്കെ ഉണ്ട്, ഷെല്ലിൻ്റെ ആണ്. ഇത് വേറെ ഒരു വലിയ ഫുഡ് കോർട്ട് പോലത്തെ തന്നെ ബാസ്കിൻ റോബിൻസ്, ബർഗർ കിങ്, അല്ലാതെ മലേഷ്യൻ ചെയിൻസ് എല്ലാം ഉണ്ട്. സോ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ നമുക്ക് ജെൻറ്റിങ് ഐലൻഡ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നല്ല ഉറക്കമാണ്. ഏത് ബാ വളരെ നോർമൽ ലഞ്ചാണ് കഴിക്കുന്നത്. ഇവരുടെ നാസി ഗോറാങ്സും ചിക്കൻ ഫ്രൈഡ് റൈസ്, ഒരു ചിക്കൻ ഫ്രൈ, ഒരു മുട്ട ആൻഡ് കുറച്ച് ഇവരുടെ ഒരു സോസ് പോലത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മലേഷ്യൻ ഇങ്ങനത്തെ ഫുഡ്. ഭയങ്കര ഫ്ലേവർഫുൾ ആണ്, നമുക്കൊക്കെ പറ്റിയ ഒരു സംഭവമാണ് ആക്ച്വലി. മലേഷ്യയിലെ പെട്രോൾ പമ്പ് എങ്ങനെയുണ്ട്? ഇത് പെട്രോൾ പമ്പാ, അതിന്റെ കൂടെയുള്ള സംഭവങ്ങൾ ഇത്. അതാ ഞാൻ ഇത്രയും ജനങ്ങൾ എവിടുന്ന് വരുന്നെന്ന് ഞാൻ എവിടുന്ന് ഇത്രയും ജനങ്ങൾ കഴിക്കാൻ. ഇത് മെയിൻ റോഡല്ലേ, അപ്പൊ എല്ലാരും ഇവിടെ നിർത്തി ഫുഡും കഴിച്ച് ബാത്റൂമിലും പോയി ഫ്രഷ് ആയിട്ട് പോകും. എല്ലാ സ്ഥലത്തും ഫിഷാണ്. സംഭവം അടിപൊളിയല്ലേ മലേഷ്യയിലെ റോഡ് ട്രിപ്പ്. സ്റ്റാർബക്സ്, ബർഗർ കിങ്, പിസ്സ ഹട്ട്, ഡങ്കിൻ ഡോണറ്റ്സ് എല്ലാം ഉണ്ട്. നല്ല ബാത്റൂം, ബാസ്കിൻ റോബിൻസ്. അതാണ് മലേഷ്യയിലെ റോഡ് ട്രിപ്പ്. ഇങ്ങനെയാണെങ്കിൽ റോഡ് ട്രിപ്സ് എത്ര വേണമെങ്കിലും പോവാ അല്ലേ? അതെ, നല്ല റോഡുവാ, നല്ല ഫുഡ്, നല്ല ക്ലീനുവാ, വെരി ക്ലീൻ. അതാണ്. അപ്പൊ ഇനി അടുത്ത സ്റ്റോപ്പ് ജെൻറ്റിങ് ഇല്ല ഗൈസ്. അങ്ങനെ എത്തി ഞങ്ങൾ ജെൻറ്റിങ് ഐലൻഡ്സിലെ പ്രീമിയം ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സിലേക്ക്. വൺ ഓഫ് അവർ ഫേവറേറ്റ് പ്ലേസസ്. പക്ഷേ ഇവിടുത്തെ വ്യൂവും ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല, അവരെ കൊണ്ട് പറയിപ്പിക്കാം. ഇവിടെ എത്തിയ കഥ പറ. ഇടയ്ക്ക് പെട്രോൾ തീർന്നു, എല്ലാരും പ്രാർത്ഥിച്ചു പെട്രോൾ പമ്പ് വരെയെങ്കിലും കൊണ്ട് എത്തിക്കണേന്ന്. അവസാനം അത് നടന്നു, സംഭവിച്ചു. ജസ്റ്റ് മിസ് പെട്രോൾ അടിച്ചു. ലാസ്റ്റ് ഒന്ന് തള്ളിയതും കൂടെ കൊണ്ടെത്തി. അടിപൊളിയായിരുന്നില്ലേ, സൂപ്പർ ആയിരുന്നില്ലേ? അപ്പൊ ഇത് തുടങ്ങാം. വെൽക്കം ടു പ്രീമിയം ഔട്ട്ലെറ്റ്. ആർമാദിക്കാലോ. എനിക്ക് എന്ത് മമ്മി തരാൻ പറ മോളോട്. അപ്പൊ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് മോള് ജീവിച്ചത്, അപ്പൊ മോൾക്ക് ഇത്രയും കാലം ഞാൻ വാങ്ങിക്കൊടുത്തതൊക്കെയാ. അത് ഭർത്താവിന്റെ കടമയെ ഭാര്യ നോക്കണ്ടെന്നുള്ളൂ, അറിയോ? മേലാൻ പറഞ്ഞില്ലേ പിന്നെ അവളുടെ
റോൾ മോഡൽ. പിന്നെ താൻ എന്തിനാണോ എന്നെ കെട്ടിയ ഭാര്യ നോക്കണ്ടേ പിന്നെ? ഇത് ജെന്റിങ് ഐലൻഡ്സിലെ പ്രീമിയം ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സ് ആണ്. നമ്മൾ മലേഷ്യ വരെ ഫ്ലൈറ്റ് പിടിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഷോപ്പിംഗ് താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിന്റെ 3 ഇരട്ടി ലാഭിക്കാം അല്ലേ? 20,000 രൂപയുടെ ഷൂസ് ഒരു 3,000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഒരു 10,000 റുപ്പീസേ ഉള്ളൂ. ബാഗും കിട്ടും. ഒരു 30,000-40,000 രൂപയുടെ ബാഗൊക്കെ ഒരു 15 കിട്ടും. അപ്പോൾ വന്ന പൈസ ലാഭിക്കാം. എല്ലാം ഹൈ എൻഡ് ബ്രാൻഡ്സാ. നൈക്കി അഡിഡാസ് മാത്രമേ ഉള്ളൂ ഒരു നോർമൽ ബ്രാൻഡ്. വാ TKയിൽ വല്ലതും ഉണ്ടോ നോക്കട്ടെ. 70% ഓഫ് ഉണ്ട്, അപ് ടു 70%. എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. പ്രിയ നല്ലതൊക്കെ കഴിഞ്ഞ് 70% ഉള്ളതൊക്കെ കഴിഞ്ഞ് 30% ഉള്ളൂ. എന്തേ വാങ്ങുന്നില്ലൊന്നും? ഔട്ട്ലെറ്റ് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലമായിരിക്കണം. എന്തൊരു ഭംഗിയാ നോക്ക്. ഷോപ്പിംഗ് വിത്ത് എ വ്യൂ അല്ലെങ്കിൽ ഷോപ്പിംഗ് വിത്ത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇത് തന്നെയാ. ഇതിനും കാട്ടി ഭംഗിയുള്ള ഒരു ഔട്ട്ലെറ്റ് സ്റ്റോറി ഒറ്റ ഒരെണ്ണം കണ്ടിട്ടുള്ളൂ. പണിതിരിക്കുന്നത് അല്ലേ? ഇതിനും കാട്ടി ഭംഗിയുള്ള എവിടെയാണെന്നറിയോ? ജപ്പാനിലെ ഔട്ട്ലെറ്റ് മോൾ. ഇതിനും കാട്ടി സാധനങ്ങളും ഉണ്ട്, റേറ്റും കുറവാണ്, മൗണ്ട് ഫ്യൂജിയുടെ വ്യൂ ഉണ്ട്. തൊട്ട് ഓപ്പോസിറ്റ് അഡിഡാസ് ഉണ്ട്. വാ, ഇവിടെ വേൾഡ് ചോക്ലേറ്റ് ഡേയുടെ സെലിബ്രേഷനും ഉണ്ട്. എന്റെ ഹെവൻ. ഇനി എന്റെ ഹെവനിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. യുണീക്ക് ആയിട്ടുള്ള സംഭവം വലിയ കിട്ടില്ല ഡിസ്കൗണ്ട് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട് സാധാരണ. എനിക്കൊന്ന് പ്രിയയുടെ യോഗ തോന്നുന്നു. എല്ലായിടത്തും പ്രിയയുടെ ലേഡീസ് ആളുകൾക്കാണ് ഡിസ്കൗണ്ട്. കോച്ചില് ക്യൂ കണ്ട 60% ഡിസ്കൗണ്ട്. അപ്പുറത്ത് മൈക്കിൾ കോർസിൽ 70% ഡിസ്കൗണ്ട് പ്ലസ് അഡീഷണൽ ഡിസ്കൗണ്ട്. മമ്മി ഒരു വൈബിലൊക്കെ നിൽക്കും മമ്മി. കൈവീശി നടക്കാതെ. 20% ഓഫ് ഉള്ളത് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. എല്ലായിടത്തും എല്ലാം കഴിഞ്ഞിരിക്കുവാണ്. അപ്പയ്ക്ക് പറ്റിയ ഒന്നുമില്ല. എനിക്ക് അതൊന്നും പറ്റില്ല. നമുക്ക് ഷൂ ഷോപ്പിൽ പോകാതെ നമുക്ക് പറ്റും. വന്നേ പോസ്റ്റ് കാണിക്കാതെ. സ്കെച്ചേഴ്സ്, താഴെ വാൻസ്, ഇവിടെ നൈക്കി, ബാക്കില് ബേപ്പ്. ഇവിടെ കോസ്മെറ്റിക്സ് അല്ലേ? അത് പോയി. ഇവിടെ ഇതായിരുന്നു മറ്റേ എന്താ പറയാ നമ്മൾ കോസ്മെറ്റിക് സെഫോറ. എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞാണോ ഒന്ന് ചെയ്തത്. ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചത് അത് ഇതായിരുന്നു ഷോപ്പ്. നന്നായി മമ്മി, നന്നായി. അങ്ങനെ തന്നെ വേണം. അവിടെ വേറെ ഒരെണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ ജോർദൻ, അത് സ്പൈഡർമാൻ മറ്റേ ജോർദൻ എഡിഷൻ ഒക്കെ ഇവിടെ ഡിസ്കൗണ്ടിൽ വരെ കിട്ടുന്നു. പക്ഷെ എനിക്കിത് ഓൾറെഡി ഉണ്ട്. ലിബിൻ എനിക്ക് ഗിഫ്റ്റ് തന്നു. ഞാൻ പറയാം ഇപ്പൊ ഷൂസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷൂസ് എല്ലാം ഷോപ്പിലേക്ക് കിട്ടുന്നുണ്ട്. നോക്കട്ടെ വേദു, ഇവിടെ നോക്കട്ടെ, ഷൂ നോക്കട്ടെ. വേദു ആണ് ഫുൾ സ്റ്റൈല്. ജോർദനൊക്കെ വേദുവിന് കിട്ടി. ഓ കിഡ്സിന്റെ ജോർദൻ, ഓടെ സ്റ്റൈൽ വേദു. ആ ശാശ പോലെയൊക്കെ ഡാഡിനോടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. നല്ലതാണോ ചോദിക്കും. ഈ സ്പൈഡർമാന് മൈൽസ് മൊറാലിസ് എന്ന് പറഞ്ഞ സീരീസില് നൈക്കി ജോർദൻസ് ഇടുന്നത്. അതിൽ പിന്നെ അവര് വേണമെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഈ അതിട്ട സ്പൈഡർമാനെ പോലെയൊക്കെ ചെയ്യാം. ഓ സൂപ്പർ. ഇപ്പൊ മമ്മീനെ കാണിച്ചു കൊടുക്കാം. കറക്റ്റ് ദിവസം വന്നേ. 2 ദിവസമാണ് ഇവിടെ സെയില്. ഇവിടെ ഉള്ള പ്രൈസ് കണ്ടല്ലോ. യൂസ് ചെക്ക് ദ ഷൂസ് ഫോർ 11,000. അത് 7,000 കണ്ടാവുന്നു. അതിന്ന് പിന്നെയും 40% ഓഫ്. 7,000 3,000 രൂപയും കണ്ടേ ഉള്ളൂ. ഈ കാണിച്ചിരിക്കുന്ന പ്രൈസ് 50% ഡിസ്കൗണ്ടാ. കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഒരു 9,000 റുപ്പീസാ ബിഫോർ ഡിസ്കൗണ്ട്. ആഫ്റ്റർ ഡിസ്കൗണ്ട് 6,000. ഇതിന്ന് പിന്നെയും 40% ഓഫാ. അപ്പൊ 6,000 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000 2,500 രൂപയ്ക്ക് കിട്ടും. മോളെ ഗോൾ അടിച്ചു മോളെ. എടുക്കു വേഗം. വേദൂര് ജോർദൻ എടുത്തു. സൈസ് കുറച്ച് വലുതാ, അത് കുഴപ്പമില്ല. ഇതെല്ലാം അടിയുടെ നൈക്കിൽ ഇത്രയും തിരക്ക് അല്ലേ? എന്താ ഓൾറെഡി 50% ഡിസ്കൗണ്ട്. എന്തോ 2 ദിവസം നൈക്കി ക്ലബ് മെമ്പേഴ്സോ അങ്ങനെ എന്തോ ഒരു ഓഫറാ. ജോർദൻ. തുറക്ക്. ഓക്കെ, ഇട്ട് നോക്ക് ആദ്യമേ. നല്ല ഷൂസ് വരുമ്പളേ ആളുടെ ലുക്ക് മാറുന്നത് അല്ലേ? ശാശോല എല്ലാം ചെയ്യാം. ഷൂസ് എങ്ങനെയുണ്ട്? കംഫർട്ടബിൾ ആണോ? ഓക്കെ ഓക്കെ. താഴെ നോക്കാനോ? അമ്മോ ഇത് കൊള്ളാം. എയർഫോഴ്സ് ആണോ?
കൊള്ളാം. കൊള്ളാം. പ്രിയ എന്റെ കാല് നോക്ക്. ഒരു ജോർദൻ കണ്ടു. അത് കൊള്ളാം. കൊള്ളാവോ? ബെറ്ററാ? മറ്റോ വേറെ ഒരെണ്ണം എടുത്തില്ല. അതെവിടെ? ഞാൻ തന്നില്ല എന്റെ. മമ്മിയുടെ അപ്പുറത്ത്. ഞാൻ വേറെ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. വാഫിൾ എന്ന് പറയുന്ന ഒരു മോഡൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. സോ ഇത് അതൊരെണ്ണം. പ്രിയ ഇത് ഈ പ്രിയയുടെ എടുത്തത് ഇത്. പിന്നെന്താ കൈ പിടിച്ചോണ്ട് നടക്കുന്നത്? അതെന്തറിയോ? ഈ കാലില് കറക്റ്റാ. പക്ഷെ ഈ കാലില് ഭയങ്കര ടൈറ്റാ. അത് തോന്നല. അപ്പൊ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ വലിയ സൈസ് എടുത്ത് നോക്കിയതാ. ഇതാ. വേഗം ആവട്ടെ, ഇനി അടുത്ത ഷോപ്പിൽ പോകാം. ഇതാണോ നല്ലത് വൈറ്റിനെക്കാളും? ഇതാ നല്ലത്. അല്ലേ? 2, 3, 4, 5 ഷൂ. സമാധാനമായി. മലേഷ്യ വന്ന സമാധാനമായി. അതെയോ? വാ പ്രിയ, കൊടുത്തോ, ബില്ല് കൊടുത്തോ, ധൈര്യത്തോടെ കൊടുത്തോ. അതുകൊണ്ടാണ് അടുത്ത ഷോപ്പിൽ പോയത്. എല്ലാരും വന്ന് ഇരുന്ന് വെട്ടി അടിക്കുന്നത്. ഒരാള് കോണ്, ഒരാള് സ്വീറ്റ് പൊട്ടാറ്റോ. ഡാഡി ഇതാണ് സ്വീറ്റ് പൊട്ടാറ്റോ, അല്ലാതെ നമ്മൾ ഇന്നലെ വാങ്ങിയത് ഫ്ലോപ്പ് ആയി പോയി. അതെ, ചായ എങ്ങനെയുണ്ട്? നല്ല ചായ, ഭയങ്കര ക്രീമാണ്. ഈ ചായയിലുണ്ടല്ലോ ജെല്ലി ഉണ്ട്. ഹോട്ട് ചായയില് ജെല്ലി. ബെസ്റ്റ് പാർട്ട് എന്താ അറിയാ, ഇതൊരു ഷോപ്പിംഗ് സ്ഥലം പോലെ തോന്നുന്നുണ്ടോ? ഒരു കഫേ പോലെ തോന്നില്ലേ? ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ച് മൊത്തം ഫോറസ്റ്റും മൗണ്ടൻസും, ഇവിടെ ജെന്റി കാലൻസ്, ടെഡി ബേഴ്സും, നല്ല കിടിലൻ ഫുഡിന്റെ കുറെ ഓപ്ഷൻ ഉണ്ട്. രാത്രി നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോളൂ. കുട്ടികൾക്ക് കളിക്കാൻ പ്ലേ ഗ്രൗണ്ട് ഫ്രീ ആയിട്ട്. ബട്ട് ബെസ്റ്റ് പാർട്ട് ഇസ് ഡെഫിനറ്റ്ലി ദ വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. 2 ഡോണട്ട്, ഒന്ന് മാച്ച ഡോണട്ട്, ഒന്ന് ചോക്ലേറ്റ് ക്രീം ഡോണട്ട്. 150 രൂപ ക്രിസ്പി ക്രീമിന്ന് 2 എണ്ണം. അകത്ത് വരെ ചോക്ലേറ്റാ. പിന്നെ ഞാൻ വാങ്ങിയത്, എനിക്ക് ഒരു കപ്പ് ഓഫ് ഐസ് വാങ്ങിയിട്ട് ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറേ ഡ്രിങ്ക്സ് വാങ്ങാം. ഞാൻ ഒരു ബ്ലാക്ക് കോഫി അമേരിക്കാനോ സ്വീറ്റ് വാങ്ങി. ദിസ് ഇസ് ലൈക്ക് എല്ലാം കൂടെ അറൗണ്ട് ഒരു 70 റുപ്പീസോ 100 റുപ്പീസ് എല്ലാം കൂടെ, ഐസ് ഇൻക്ലൂഡിങ്. പിന്നെ ഡാഡിയുടെ ടീ, കിഡിലൻ ടീ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ദാറ്റ്സ് ലൈക്ക് അറൗണ്ട് 90 റുപ്പീസ്. പക്ഷേ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ എന്താ അല്ലേ, മോസ്റ്റ് അഫോർഡബിൾ, പക്ഷെ ഹൈ ക്വാളിറ്റി തിങ്സ് വി ക്യാൻ ഡു. ഷൂസാ അങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റ് മോളിലോ? അതെ, യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്ക്, തീർന്നു. ഒരു ചായ 4 പേര് ഷെയർ ചെയ്യേണ്ടി വരും. ഇത് നോക്ക് പ്രിയ, മാച്ച ക്രഞ്ച് ഡോണട്ട് വിത്ത് ക്രീം ചീസ് ഫില്ലിംഗ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടത്. ഹാപ്പി, വാട്ട് എ പ്ലേസ്. ഐ ലവ് ദിസ് പ്ലേസ്. എനിക്ക് ഇതിനു വേണ്ടി മാത്രം മലേഷ്യ വരാം. അകത്തും മാച്ച ക്രീം ചീസ്, വെളിയിൽ നട്ട്സും മാച്ചയും. എന്ത് അഫോർഡബിളാ. ബാക്കിയുള്ള ഷോപ്പിൽ വേദുവിനെ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. വേദു ഇവിടെ കുറച്ചു നേരം ഇരുന്നോളും. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇവിടെ ഇനി ടോമി ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താ, നല്ല വെതർ. ജെന്റി കാലൻസ് കിട്ടിലും വെതറാണ് ഇപ്പൊ. പ്രിയ, ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് വാങ്ങിത്തരാനാണ് ഇവിടെ വന്നത്. ഈ 7 ഷൂസ് കൊണ്ട് ഒതുങ്ങുന്നതായിരിക്കില്ല. സമയമില്ലാത്തതുകൊണ്ട് നാളെയും കൂടെ വരണം. ഞാൻ ടീഷർട്ട്സ് എടുത്തിട്ടില്ല, കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടില്ല. ഇതാണോ നല്ലത്? എനിക്ക് രണ്ടും ഇഷ്ടമായില്ല. ബർബറി അല്ലേ, എനിക്ക് ഇഷ്ടമായില്ല. എന്റെയാണ് നല്ലത്, എന്റെ ബർബറിയാ നല്ലത്. എല്ലാവരുടെയും പർച്ചേസ് തുടങ്ങി. എത്ര മണിക്കൂറായി മമ്മി എന്നെ പറ? 1 മണിക്കൂറിന് മുകളിലായി ഇല്ലേ? വാങ്ങിയില്ലല്ലോ. എന്ത് സപ്പോർട്ടാ നോക്ക്. അപ്പൊ എനിക്കൊന്നും വാങ്ങണ്ടേ? ആ പാവം ആ ബാക്കിൽ നിൽക്കുന്ന ചേച്ചിക്ക് എന്നെ മതിയായി കാണും. ഓക്കെ, ഇത് കൊള്ളാം. ഒരു ഡയമണ്ട് സ്റ്റഡഡ് ഗ്ലാസസ് ഒക്കെ പോലെയുണ്ട്. അത് ക്രിസ്റ്റൽ ആണെങ്കിൽ പോലും. മാഡം കാണിക്കോ? ഞാൻ വഴക്കിട്ട് പോയി കഴിച്ചു. അതെ, അത് കാണിക്കാന്നാലും. നമ്മള് ഷോപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ ടൈമായി ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. എല്ലാം ക്ലോസ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഡാഡിയുടെ കയ്യിലാണ് മൊത്തം, വേറെ സ്ഥലമൊന്നുമില്ല കാറില്. അതിനൊക്കെ ഉത്തരവാദി. മാറ്, ഒരാള് നോക്കട്ടെ. വെള്ളം കുടിക്കുന്നു. അത് സമ്മതിച്ചു. പറ.
അല്ല എസ്കലേറ്ററിൽ നമ്മൾ താഴെ എത്തിയപ്പോഴേക്ക് ആരോ ഛർദിച്ചിരിക്കുന്നത്. അതെ പിന്നെ കറി അത് പ്രിയ ചവിട്ടി. പ്രിയ അത് ചവിട്ടി. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് എത്തി. ആദ്യം തന്നെ അപ്പാർട്ട്മെന്റ് അടിയിൽ 7-Eleven ഉണ്ട്. കണ്ടിട്ട് അടിപൊളിയാന്ന് തോന്നുന്നു. ഇവിടെ ബ്രൂ ഹൗസ്, സോ വിസ്റ്റ റെസിഡൻസ് എന്നാണ് പേര്. പക്ഷെ ഇതിൽ തന്നെ പല ലെവലിലുള്ള റൂമുണ്ട്. ഞാൻ എൻ്റെ റൂമൊക്കെ പറ്റുമെങ്കിൽ ഇന്ന് കാണിക്കാം, അല്ലെങ്കിൽ നാളെ കാണിക്കാം. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊന്നും ക്ലിയർ ആയി കാണിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും അഫോർഡബിൾ ആണ് ഇഫ് യു ഹാവ് എ കാർ. കാരണം കാർ ഇല്ലെങ്കിൽ ജെൻറ്റിങ്ങിൽ തന്നെ പോയി താമസിക്കുക, ജെൻറ്റിങ്ങിൻ്റെ മെയിൻ റിസോർട്ട് ഏരിയയിൽ. അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ കാരണം നല്ല വൈബാണ്. ഡ്യൂറിയൻ, ഇവിടുന്ന് എന്തായാലും ഡ്യൂറിയനും കൂടെ ഒന്ന് കഴിക്കണം. നല്ല ലൊക്കേഷനാണ് കേട്ടോ. റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരു ലൗഞ്ച് ബാർ പോലത്തെ ഏരിയ ഉണ്ട്. ഇതെനിക്കൊന്നൊരു സർവീസ് അപ്പാർട്ട്മെന്റ് ആണ്. സോ അടിയിൽ റിസപ്ഷൻ ഉണ്ട്. ഇറ്റ് ഇസ് നൈസ്. എന്തായാലും റൂം എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഇങ്ങനെ സർവീസ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കൺഫ്യൂഷൻ ആണ്. പാർക്കിംഗ് ലെവൽ 5 പോയി വേറെ കാർഡൊക്കെ ഇട്ട് അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഇനി ഡബിൾ ലിഫ്റ്റ്, സിംഗിൾ ലിഫ്റ്റും ഡബിൾ ലിഫ്റ്റ്, എന്നാൽ 2 ലിഫ്റ്റ് അടുപ്പിച്ചുള്ളതുണ്ട്. അതിൽ കയറിയാലേ നമുക്ക് നമ്മുടെ ഫ്ലോറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് കണ്ടുപിടിക്കാനാണെങ്കിൽ പാടാ. ഇതിൻ്റെ ആൾക്ക് മര്യാദയ്ക്ക് ഇംഗ്ലീഷും അറിയില്ല. ഇതിൻ്റെ അകത്ത് വല്ല കാണാനാണ് സാധ്യത. ഇത് സിംഗിൾ ലിഫ്റ്റ്. ഇതൊരു പസില് പോലെ തന്നെയുണ്ട്, സ്ക്വിഡ് ഗെയിംസ് പോലെ. പ്രിയ കിട്ടിയാ? അത് സിംഗിളാ. ഇത് സ്ക്വിഡ് ഗെയിംസാ, സ്ക്വിഡ് ഗെയിം. ആ ഇങ്ങനെ പസിലാ. നമ്മൾ ഡബിൾ ലിഫ്റ്റ് കണ്ടുപിടിക്കണം. പസില് ശരിക്കും ഉണ്ടല്ലോ ഈ ഹോളിഡേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രിയക്ക് ലക്ഷറി അല്ലെങ്കിൽ അതൊന്നും വേണ്ട. റൂം കുറച്ച് ക്ലീൻ ആയിരിക്കണം, എല്ലായിടത്തും നീറ്റ് ആയിരിക്കണം. ഭയങ്കര കമ്പൽസറി ആണ്. സോ കാമറൂൺ ഐലൻഡ്സിലെ നല്ല ലൊക്കേഷൻ ആയിരുന്നു. നമ്മുടെ അപ്പാർട്ട്മെന്റ് അടിപൊളിയായിരുന്നെങ്കിലും ആ എന്ന് പറഞ്ഞാൽ ലോബിയും അതൊക്കെ ഡേർട്ടി ആയിരുന്നു. ഡേർട്ടി ഇൻ ദ സെൻസ് മെയിൻറ്റൈൻഡ് അല്ലായിരുന്നു. പക്ഷേ ജെൻറ്റിങ് ഐലൻഡ്സ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എയർബിഎൻബി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷേ ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ആ മുഖത്തെ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമുക്ക് എല്ലാവർക്കും ക്ലീനിനെസ് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഇന്നത്തെ ഒരു കാലത്ത്. ഇപ്പം ഇപ്പം ഇവിടെ എന്തൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദിസ് വിൽ ബി എ ഗുഡ് പ്ലേസ്. നിങ്ങൾക്കത് പറ്റും. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഏകദേശം 3000 രൂപയുള്ളൂ ഈ ഫുൾ അപ്പാർട്ട്മെൻറ്റിന് ഒരു ദിവസത്തേക്ക് ജെൻറ്റിങ് ഐലൻഡ്സിൽ. കണ്ടാ തിളക്കം കണ്ടാ? ഓക്കെ, അനുഗ്രഹിച്ചു തന്നെ. താങ്ക് യു. നല്ല റൂമാണ്, നല്ല ഫ്ലാറ്റ് ആണ്. കേറി വരുമ്പോ തന്നെ ആദ്യം കിച്ചൺ ഏരിയ, നല്ല കിടിലൻ കിച്ചൺ വിത്ത് ജയന്റ് ഫ്രിഡ്ജ് ആണ്. നല്ല ഭംഗിയായിരിക്കും. എല്ലായിടത്തും ഓൺ ചെയ്തോ? ഓ വാവ്, വെരി നൈസ്. നിക്കാലോ, ഇനിയും വരാലോ. മലേഷ്യയിൽ എപ്പോ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും. ഡൈനിങ് ഏരിയ ഉണ്ട്. ഓക്കെ, നല്ല ഡെക്കറേഷൻ ആയിട്ടുണ്ട്. എക്സ്ട്രീംലി ക്ലീൻ ആണ്. ഒരു പൊടി എന്ന് പറയുന്ന സാധനമില്ല. വുഡൻ ഫ്ലോറിംഗ് ആണ്. സൂപ്പർ ആയിരിക്കും. അതെ, ഇന്ന് തന്നെ റൂമിൽ രാത്രി 11 മണിയായതേ. രാത്രി 11 o'clock നമ്മൾ വരുന്നത്. വെറുതെ നമുക്ക് റൂം കാര്യം കൂടെ കിടന്നിറങ്ങാൻ പറ്റുമെങ്കിൽ ആ പൈസ കൂടെ ലാഭിക്കായിരുന്നു. കൗച്ചൊക്കെ ഞാൻ കാണിച്ചു. എനിക്ക് ബാൽക്കണിയാ കാണിക്കണ്ടേ. അതൊക്കെ അങ്ങനെയാ. വരാലോ പ്രിയ. മലേഷ്യ ബാംഗ്ലൂർ പോകുന്നതിനും കാട്ടി എളുപ്പമാണ് മലേഷ്യ വരാൻ. വരാം, അന്നെന്താ. അതല്ല, ലെഫ്റ്റിലേക്ക് മുകളിലേക്ക് നോക്ക്. അത് നോക്ക്, ജെൻറ്റിങ് ഐലൻഡ്. അല്ല, അവിടെയാണ് പോണ്ടത് നാളെ. ഇന്ന് നമ്മള് ഷോപ്പിംഗിലേക്കല്ലേ പോയേ. അതാ ഞാൻ രാവിലെ എന്തായാലും ഈ ബാക്കിയുള്ള ഇവിടുത്തെ അപ്പാർട്ട്മെന്റ്, ജക്കൂസി, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അല്ല, അത് കുറച്ച് ദൂരെയാ. ബാ, ഇനി റൂംസ് കാണിക്കാം. ബാക്കിയുള്ള കോമൺ ഏരിയ നാളെ ഞാൻ കാണിച്ചു കൊടുക്കാം. കാരണം നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ കട്ട് ഐഡിയ വേണം. അതിനാണ് ഞങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത്. ഈ റൂം ഞാൻ പ്രത്യേകം നോക്കി ബാത്ടബിന്റെ ഫിൽറ്റർ ഇട്ടിട്ട് കിട്ടിയ റൂമാ. ഈ അപ്പാർട്ട്മെന്റിൽ തന്നെ 19 റൂമുണ്ട്. അത് ചിലപ്പോൾ ഭയങ്കര ചീപ്പായിട്ട് തൊട്ടുള്ളതുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല വലിയ ബാത്ടബ് വിത്ത് ഹാൻഡ് ഷവർ പ്രിയക്ക് വേണം. അതുകൊണ്ട് അവിടെ അതെ, ടോയ്ലറ്റ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇവിടെ.
ഓക്കെ എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കിടക്കാം വലിയ ബെഡ്റൂം. പക്ഷെ ആ ഗ്ലാസ് മാറ്റി, അവിടെയുള്ള വ്യൂ നോക്ക്, രാത്രി കിടന്നുകൊണ്ടുള്ള വ്യൂ. അത് നമ്മള് ഇവിടുത്തെ ലൈറ്റും കൂടെ ഓഫ് ചെയ്താ രാത്രിയിലത്തെ ഈ വ്യൂ ആണ്. ഇതൊക്കെയാണ് എനിക്ക് ഫ്ലാറ്റ് ഇഷ്ടം. മനസ്സിലായോ? സൂപ്പർ അല്ലേ? സൂപ്പർ. ഓക്കെ, ബാ. ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ വിൻഡോ. അത് പക്ഷെ അകത്തേക്കുള്ള വ്യൂ ആ. നല്ല ഫ്രഷ് വൈറ്റ് ടവൽസ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂം അതൊന്നും കുഴപ്പമില്ല. അകത്തൊക്കെ ലൈറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു ഹോട്ടൽ പോലെ ഉണ്ട് കേട്ടാ. ഒരു സ്റ്റാർ ഹോട്ടലിന്റെ ക്വാളിറ്റി ഉണ്ട്. ഒരു കോമൺ ബാത്റൂം ആണ്, പക്ഷെ ഡാഡി മമ്മിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാത്റൂം. വലിയ ഷവർ ഉണ്ട്, നല്ല ബാക്ക് റെസ്റ്റും, നല്ല എന്താ പറയുന്ന ചാരിയിരിക്കാനുള്ള സ്ഥലവും. ഇവിടെ വലിയ മിററും ഉണ്ട്, ടേബിൾ ലാമ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നിന്നും വ്യൂ ഉണ്ട്. സോ അടിപൊളി. ബാക്കിയൊക്കെ ഞാൻ നാളെ രാവിലെ കാണിച്ചു കൊടുക്കാം. കാണിച്ചു നാളെ രാവിലെ കാണിക്കാം. ഹാപ്പി? സൂപ്പർ ഹാപ്പി. ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയില്ലേ. ബാക്കി നാളെ രാവിലെ കാണിക്കാം. എന്തായാലും എല്ലാരും ചോദിക്കും, എന്റെ ഞാൻ നാളെ കാണിക്കാം. കാരണം കൊറേ കാണിക്കാറുണ്ട്. ഇത് ഒറ്റൊരു സാധനമല്ലേ ഉള്ളു കാണിക്കാൻ. കാണിച്ചേക്ക്, എല്ലാരും ചോദിക്കില്ലേ. ഓക്കെ, ഇതാ വാങ്ങിയത്. ഓക്കെ, ഇനി ഇത് കാണിക്കണോ ഏതാ വാങ്ങിയെന്ന്? പിന്നെ അത് കാണുമ്പോ കാണിക്കും. ഇത്രയും കാണിച്ചിട്ട് അത് മോശം. അവര് കോംപ്ലിമെന്ററി കിട്ടി, അതുകൊണ്ട് പ്രിയ സന്തോഷമായി. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അത് ക്ലീൻ ചെയ്യുന്നതാണ്, സൺഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതും. പിന്നെ അതിന്റെ കൂടെ ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട്. പിന്നെ ഈ സൺഗ്ലാസ് ആയിട്ട് വാങ്ങിയുള്ള ഗുണം എന്താ അറിയോ? വേൾഡ് വൈഡ് വാറന്റി കിട്ടും, നമ്മുടെ ഐഫോൺ പോലെ. നാട്ടിലും ഉണ്ടല്ലോ. പിന്നെ എന്താ ഇത് സ്ക്രൂ ഡ്രൈവറും തന്നു. ഓക്കെ ഓക്കെ. സോ ഇനി ഞാൻ തിരിഞ്ഞേക്ക് എന്നിട്ട് ഞാൻ കാണിച്ചു. ഒന്ന് പോ പ്രിയ, കാണിച്ചേ. ഓ വേണ്ട, ഒന്ന് കാണിച്ചാ മതി. You know what? How is it? കൊള്ളാം. It's nice. അല്ലേ? സൂപ്പർ. മുഖത്ത് ചെയ്തിട്ടുണ്ടോ? 2 മണിക്കൂർ എടുത്ത് സെലക്ട് ചെയ്തതാണ്. 10 വീഡിയോ കോൾ ചെയ്തല്ലോ. അതിന് കാണാനുണ്ടോ? ഇന്ദ്രേട്ടനെ വിളിച്ചു, അനുവിനെ വിളിച്ചു, പാത്തിനെ വിളിച്ചു, എല്ലാരും വീഡിയോ കോൾ ചെയ്തു. എന്നിട്ട് ഞാനിത് സെലക്ട് ചെയ്തു. അടിപൊളി. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ അയ്യേ ഇതാണോ നീ വാങ്ങിച്ചെന്ന് പറഞ്ഞ കൊള്ളാല്ലേ? കൊള്ളാം. അപ്പൊ ഞാൻ ബാക്കിയൊക്കെ നാളെ കാണിക്കാം. ഇത് ഒരുപാട് ടയേർഡാണ് എല്ലാരും. ഓക്കെ, അപ്പൊ രാവിലെ കാണാം. എല്ലാവർക്കും കാണാം. രാത്രി പാതിരാത്രി കണ്ണാടി ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ ഇനി ഉറങ്ങാൻ പോണേ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങള് രാവിലെ തന്നെ ഇവിടുത്തെ പൂൾ ഒന്ന് കാണിച്ചു തരാം. പറ്റുമെങ്കിൽ ഇറങ്ങാം. അതിന് ഒരാൾ ഓൾറെഡി എല്ലാ വാട്ടർ ഗണ്ണും അവെഞ്ചേഴ്സിന്റെ സ്വിമ്മിംഗ് സൂട്ടൊക്കെ ഇട്ട്, ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്വിമ്മിംഗ് സൂട്ടൊക്കെ ഇട്ട് റെഡിയാണ്. സോ അതൊന്ന് കാണിക്കണം. കാരണം ഇവിടുത്തെ ഫെസിലിറ്റീസ് ടു ഗുഡ്. 24 hours 7-11 ഉണ്ട്. അടിയിൽ ബ്രൂ ഹൗസ് എന്ന് പറഞ്ഞ ഒരു പബ് ഉണ്ട്. രാത്രി പുലർച്ചെ 2 മണി വരെ ഓപ്പൺ ആണ്. സോ ഇറ്റ്സ് ലൈക്ക് എ വെരി ഗുഡ് പ്ലേസ് ടു സ്റ്റേ. ആൻഡ് പൂളും ജിമ്മും ആ ഫെസിലിറ്റീസും കൂടെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഫ്ലാറ്റ്? നല്ല ഫെസിലിറ്റീസ് അല്ലേ? അതെ, താഴെ ഒരു ഇന്തോനേഷ്യൻ റെസ്റ്റോറന്റ് വരെ ഉണ്ട്. അവിടെ നമ്മൾ ഈ ഫ്ലാറ്റിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കീ കാർഡ് തരും. സോ അത് വെച്ച് നമ്മൾ കാണിച്ചു തരാൻ 10% ഡിസ്കൗണ്ട് ഉണ്ട്. നല്ല റൈസ് ബോൾസ് ഒക്കെ കിട്ടും. പക്ഷെ ഇവിടെ കഴിക്കാവുന്ന സമയമില്ല. എന്തായാലും പൂൾ ഏരിയയും കൂടെ നോക്കാം. രാത്രി ഇവിടെ ഒന്ന് കഴിക്കാം. രാത്രി പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് കഴിക്കാം. ഈ നല്ല വെയിലത്ത് ഞാൻ ഇറങ്ങത്തില്ല. വേദു തന്നെ ഇറങ്ങിക്കോട്ടെ. വെയിലത്ത് ഭയങ്കര സണ്ണ, ഞാൻ ഇറങ്ങില്ല. ഡാഡിക്കിരിക്കാൻ തണലൊക്കെ ഉണ്ട്. അപ്പൊ നല്ല വലിയ ജിമ്മാണ് കേട്ടോ, കിടിലൻ ജിമ്മ്. ഇവിടത്തെ നല്ല ജക്കൂസി ഈവനിങ്. ഓ മൈ ഗോഡ്, എന്തൊരു വ്യൂ ആണ് നോക്ക്. ഈവനിങ് ജക്കൂസി വ്യൂ, പ്ലേ ഏരിയ സൂപ്പർ ആയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂള്, ഇറ്റ്സ് സോ നൈസ്. വാട്ട് എ ലൊക്കേഷൻ, അടിപൊളി. വാട്ട് എ പ്ലേസ്. ആൻഡ് ഇതെല്ലാം കൂടെ 2 ദിവസത്തേക്ക് 5000 രൂപയാണ് വന്നിരിക്കുന്നത്. 5000 അല്ല 6000 രൂപ 4 പേർക്ക്, 5 പേർക്ക് ഇൻക്ലൂഡിങ് വേദു. ഭയങ്കര ചൂടാ. ഓ അപ്പയ്ക്ക് ഇറങ്ങണ്ട, പോയിക്കോ. പ്ലേസ് ഇസ് സോ നൈസ് ഗൈസ്. ആൻഡ് ബെസ്റ്റ് പാർട്ട്, ഇറ്റ്സ് സപ്പോസ് ടു ബി വെരി കോൾഡ് ഇൻ ജെൻറ്റിങ്. പക്ഷെ ഇത്തവണ അത്രയും കോൾഡ് അല്ല. നല്ല വെള്ളമോ? എന്നാൽ അപ്പയും കുറച്ചു നേരം വരാം, കൊതിയാവുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. ഇതൊക്കെ വേറെ എവിടെ കിട്ടും ഈ ഒരു പ്രൈസിൽ? എനിക്ക് ലോകത്ത് എവിടെയും കിട്ടും തോന്നില്ല. നോട്ട് ഈവൻ തായ്ലൻഡ് ഓർ വിയറ്റ്നാം. ഇത്രയും ഒരു ക്വാളിറ്റി, വിയറ്റ്നാമിൽ ഇത്രയും ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. തായ്ലൻഡിൽ ഉണ്ടെങ്കിൽ പോലും ഇത്രയും ചീപ്പൊന്നും അല്ല. ദിസ് ഇസ് സോ നൈസ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ. ഓ നൈസ്. മതി, ഇനി അപ്പൊ താഴെ പോയിട്ട് അപ്പയ്ക്ക് കിട്ടിയ സാധനങ്ങൾ കാണിക്കട്ടെ, അമ്മ വാങ്ങി തന്നത്. ബാ എന്നാ പോവാം, വേഗം കളിച്ചോ. നമ്മൾ ഇന്ന് പോകുന്ന എവിടെയാണെന്ന് അറിയോ? ഇവിടുന്ന് നേരെ ആ ക്ലൗഡ്സിന്റെ അങ്ങോട്ട്, അതാണ് ജെൻറ്റിങ് ഹൈലൻഡ്സ്.
അത് നാളത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം. സൂപ്പർ. ലുക്ക് അറ്റ് ദ ലൊക്കേഷൻ ഇറ്റ്സെൽഫ്. ഇറ്റ് ജസ്റ്റ് ലുക്സ് ലൈക്ക് ഹെവൻ. ഇതിന്റെ റൂഫ് ടോപ്പില് ഒരു എന്താണ് ഒരു കഫേയുടെ ആംബിയൻസ് ആണ് മൊത്തം. സോ ബ്യൂട്ടിഫുൾ നോ. എന്തോരം ഇതൊരു പാർട്ടി ഹാള് പോലെ. വെരി നൈസ്, സോ നൈസ്. ഇവിടെ ഇരിക്കാനുള്ള ഒരു ചെയർസും കൂടെ വെച്ചായിരുന്നെങ്കിൽ ഒരു കഫേ പോലെ ഇരിക്കായിരുന്നു. എനിക്കൊന്ന് അപ്പുറത്തെ കണ്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളി. സോ ഗൈസ്, പ്രിയ ഗിഫ്റ്റ് ചെയ്ത സാധനങ്ങൾ അത് കാണിച്ചല്ലേ പറ്റൂ. പിന്നെ അല്ലെങ്കിൽ ഞാൻ വെറുതെ വിടും വിചാരിച്ച. ഞാൻ വാങ്ങിയത് ആദ്യമേ ഇത് ജോർദാന്റെ സ്ലൈഡ്സ് ആണ്. ഇത് നല്ല ഓഫറിൽ കിട്ടി. സോ ഇത് പറഞ്ഞ ജോർദാന്റെ സ്ലൈഡ്സ്. ഇത് വേദുവിന്റെ. സോ വേദുവിന്റെ ജോർദാന്റെ അവിടെ റെഡ് ആണ്. പ്രിയയുടെ എയർഫോഴ്സ് 1 അത് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഒരു എന്താ പറയുന്ന മൾട്ടി കളേർഡ്. അതെ, അതായത് ജിഗി ജിഗ. അതെ, ജിഗി ജിഗ. ജിഗി ജിഗ നൈക്കി. അതെ. പിന്നെ എന്റെ അപ്പുറത്തിരിക്കുന്ന വേറൊരു ജോർദൻസ് ആണ്. ഓൾസോ ഒരു ബാസ്കറ്റ്ബോൾ ഷൂ ആണ്, പക്ഷെ കംഫർട്ടബിൾ ആണ്. അതും കുറച്ച് ജിഗി ജിഗ ഉണ്ട്. അത് കുറച്ച് ജിഗ ജിഗ ഉണ്ട്. പിന്നെ ഇത് മെറ്റ്കോൺ എന്ന് പറയുന്ന ഓറ 2 എന്ന് പറയുന്ന മെറ്റ്കോണിന്റെ ഒരു എക്സസൈസ് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇത് ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഈ ഒരു എന്താ പ്ലയോമെട്രിക്സ് അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ്. ലൈക്ക് ബർപ്പീസ്, ചാടിയുള്ള എക്സസൈസ്. കാരണം എനിക്ക് കുറച്ച് നേരം എക്സസൈസ് ചെയ്യാൻ ടൈം കിട്ടാറുള്ളൂ. സോ അതിന് പറ്റിയ ഒരു ഷൂ ആണ്. കാരണം നടുക്ക് ഫ്ലെക്സിബിൾ ആണ്. ഇതിന്റെ നടുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ലൈക്ക് ഫ്രണ്ടിലും ബാക്കിലും നല്ല സപ്പോർട്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ഷൂ. നാട്ടിൽ നല്ല എക്സ്പെൻസീവ് ആണ്. ഇവിടെ നല്ല ഡീലിൽ കിട്ടി. ഇത് എനിക്ക് തോന്നുന്നു വേഫ വാഫിൾ എന്ന് പറയുന്ന ഒരു ലൈറ്റ് വെയിറ്റ് വെരി കംഫർട്ടബിൾ ഷൂസ് ആണ്. അവിടെ ഇതിപ്പോ ഭയങ്കര പോപ്പുലർ ആണെന്ന് തോന്നുന്നു. കുറേ പേര് ഇത് എടുക്കുന്നുണ്ട്. ഇത് എടുക്കുന്നുണ്ട്. ബിക്കോസ് ഇത് നല്ല ഓഫേഴ്സിൽ കിട്ടുന്നുണ്ട്. വെരി കംഫർട്ടബിൾ. നല്ല മെറ്റീരിയൽ ആണ്. വാക്കിംഗ് അല്ല, ഇറ്റ്സ് ലൈക്ക് കാഷ്വൽ ഷൂ. പക്ഷെ നല്ല ഗ്രിപ്പ് ഉണ്ട്. അടിയിലും കണ്ട ആ സെയിം ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇറ്റ് ലുക്സ് വെരി ക്ലാസി. ഇറ്റ്സ് ലൈക്ക് സോ കംഫർട്ടബിൾ. ഹഗ് ചെയ്യാൻ പറ്റിയ ഒരു പില്ലോ പോലത്തെ ഒരു ഷൂസ് ആണ്. പിന്നെ ഇത് അന്തുന് വാങ്ങിയതാ, വാക്കിംഗ് ഷൂ. അന്തുന് ഇത് 3 മാസമേ കാണുകയുള്ളൂ, അപ്പോഴേക്ക് ഇത് തെയ്യും. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രിയ ഗിഫ്റ്റ് ചെയ്തത്. ഇനി പ്രിയയുടെ ഒരു കിടിലം പർച്ചേസ് വരുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ആ സാധനം കിട്ടിയ അത് 2 വ്ളോഗ് കഴിയുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റിൽ നിന്നാൽ ബഡ്ജറ്റിൽ നിന്നാലൊന്നും അല്ല, സാധനം കിട്ടിയ വാങ്ങും, അത്രേ ഉള്ളൂ. നമ്മുടെ സംഗതിയൊക്കെ നടന്നാൽ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ. മലേഷ്യയിൽ നിങ്ങൾക്ക് ഷൂസ് വാങ്ങാൻ വേണ്ടി മാത്രം വരാം. ടിക്കറ്റിന്റെ പൈസ ലാഭമായിരിക്കും. ബൈ.